Hi friends, welcome back to Fries and Pies. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആവശ്യമുള്ളതെന്നും വീഡിയോയിൽ പോയിട്ട് കാണാം. So let's move on to the preparations. Our hearts beat to the city streets. We began to feel the fire. കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 2 മീഡിയം സൈസ്ഡ് അനിയൻ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്യുക. അനിയൻസ് സോഫ്റ്റ് ആയിട്ട് കിട്ടണേ. കുറച്ച് കറിവേപ്പില കൂടിയും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ. 3 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൗഡേഴ്സിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരു ബിഗ് സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോസ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. വൺ കപ്പ് ഷ്രെഡഡ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മുന്നേ സോൾട്ട് ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി മസാല ഒരു സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കിതിൽ എഗ്സ് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എഗ് യോക്ക് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക, ഒരു 1 മിനിറ്റ്. അതിന് ശേഷം എഗ്ഗിന് ആവശ്യമുള്ള സോൾട്ടും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാലയിലും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്കാണ്, അപ്പോൾ അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ഓവർ ചപ്പാത്തീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ, എന്നാലേ മസാലയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുള്ളൂ. കുറച്ചുകൂടി ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഫൈനലി കുറച്ച് മല്ലിയില കൂടിയും ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെലീഷ്യസ് ഡിഷാണ് കേട്ടോ. ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്കും ചപ്പാത്തി അങ്ങനെ തന്നെ കഴിച്ചിട്ട് മടുത്തവർക്കും ഈ ഒരു രീതി ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മറ്റുള്ള വീഡിയോസും കൂടി കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. റെസിപ്പി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you so much for watching. New video ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. Until then, bye bye, take care.